ഹലോ, എൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയൊരു കാർഡ്ബോർഡ് വെച്ചിട്ടാണ് ഞാൻ ഇന്നൊരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ഒരു കാർഡ്ബോർഡ് വെച്ചിട്ട് നമ്മളൊരു വാൾ ഡെക്കോർ അല്ലെങ്കിൽ ഒരു റൂം ഡെക്കോർ അങ്ങനെ ഒരു ക്രാഫ്റ്റാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ആദ്യം തന്നെ നമ്മൾ ഈ ഒരു കാർഡ്ബോർഡിൽ നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മേലത്തെ ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടിയിലത്തെ ആ ഒരു ക്ലിപ്പ് പോലെ വരുന്ന ആ ഒരു പോർഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് മേലത്തെ ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ അത് വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഒരു കത്രിക വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ഗ്രിപ്പ് വരുന്ന പോർഷൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു അളവിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയയിൽ ഇത്രയൊരു അളവിൽ നമ്മൾ എല്ലാം സെയിം ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എത്ര എണ്ണമെന്നൊന്നുമില്ല, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് വെച്ചിട്ട് ഞാൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്തതാണ്. അപ്പോൾ അത് വെട്ടിയെടുത്ത് വന്നപ്പോൾ ഇത്രയും പീസുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും പീസുകളെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത്രയും പീസുകൾ ഞാൻ ഒരേ ഷേപ്പ് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം കുറച്ച് വലുപ്പമുള്ളൊരു കാർഡ്ബോർഡിൻ്റെ പീസാണ്. അപ്പോൾ ഇത്രയും വലുപ്പമുള്ളൊരു കാർഡ്ബോർഡിൻ്റെ പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ മീറ്റർ അങ്ങനെയൊന്നുമില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പേപ്പർ കപ്പ് എൻ്റെ ലെങ്ത്തിനേക്കാളും കുറച്ചും കൂടെ ലെങ്ത്തിൽ അങ്ങനെയാണ് ഞാൻ അളവെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ അതിനേക്കാളും കുറച്ചും കൂടെ ലെങ്ത്ത് വരുന്ന രീതിയിൽ വിടുത്ത് നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം. ഇത്ര അളവെന്നൊന്നുമില്ല, നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം. അപ്പോൾ ജസ്റ്റ് ഞാൻ ആ ഒരു പേപ്പർ കപ്പ് അവിടെ വെച്ച് നോക്കിയിട്ടായിരുന്നു അളവെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ചെറിയ പീസ് കാർഡ്ബോർഡില്ലേ, അപ്പോൾ ആ ഒരു പീസ് കാർഡ്ബോർഡ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിത് കട്ട് ചെയ്യുന്ന രീതിയൊന്നും പറയുന്ന ടൈമിൽ മനസ്സിലായിട്ടില്ലെങ്കിലും വീഡിയോ കാണുന്ന ടൈമിൽ മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഗ്രിപ്പ് പോരുന്ന പോർഷൻ മേലെ കാണുന്ന രീതിയിലാണ് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് സ്പേസ് വിട്ടിട്ട് ഇതുപോലെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. കുറച്ച് സ്പേസ് ആ ഒരു കപ്പ് അവിടെ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്പേസ് അവിടെ വിട്ടിട്ടുണ്ട്. ബാക്കി ഫുള്ളായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ നടുക്കും ഒരിത്തിരി സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ആ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ്. ഈ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് കുഞ്ഞു പീസ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഫെവിക്കോൾ ആയിരുന്നു. ഫെവിക്കോൾ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒട്ടുന്നുണ്ടായിരുന്നു. കുറച്ച് സമയം എനിക്കങ്ങനെ ഫെവിക്കോൾ നല്ല ഡ്യൂറബിലിറ്റി ഒക്കെ ഉള്ള ഗം തന്നെയാണ്, കുറേ സമയം ഇട്ട് നിൽക്കും. അപ്പം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കപ്പ് ഇതുപോലെ രണ്ടായിട്ട് മുറിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് അതൊന്ന് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ. പക്ഷേ അത് നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് പറഞ്ഞു പോയി. അത് ജസ്റ്റ് ഞാൻ വെച്ച് നോക്കിയതാണ്. ഈ ഒരു ഇങ്ങനെയാണ് വെക്കേണ്ടത് ആ ഒരു കപ്പ്. പിന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പെയിൻറ്റ് ചെയ്തത് ഈ ഒരു ഇഷ്ടിക കളർ, അങ്ങനെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു മഞ്ഞയും ഈ ഒരു കളറും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു ബോർഡ് ഫുള്ളായിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്, പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു കപ്പിന് മാത്രം നമ്മൾ വേറെ കളറാണ് കൊടുക്കുന്നത്. ആദ്യം ഞാൻ കപ്പിനും കൂടെ ആ ഒരു കളർ കൊടുക്കാൻ തന്നെയായിരുന്നു വിചാരിച്ചത്. പക്ഷേ പിന്നീട് എനിക്ക് തോന്നി അത് മാത്രമല്ല കപ്പ് ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ അതിൽ നിന്ന് പറഞ്ഞു പോന്നു. ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചോട് നന്നായിട്ട് ഒട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അത് പറഞ്ഞു പോന്നപ്പോൾ ഞാനത് മാറ്റി വെച്ചു. എന്നിട്ട് അത് ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു പെയിൻറ്റ് തന്നെ ഫുള്ളായിട്ട് ചെയ്തു കൊടുത്തു ആ ഒരു ബോർഡ് ഫുള്ളായിട്ട്. ഈ ഒരു കാർഡ്ബോർഡിൽ പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നാമത് ആ ഒരു പെയിൻറ്റ് നല്ല കട്ടിയായിരുന്നു. ഡോംസിൻ്റെ പെയിൻറ്റ് ആയതുകൊണ്ട് നല്ല കട്ടിയുള്ള പെയിൻ്റ് ആയിരുന്നു. ഫെവിക്രൈലിലൊന്നും എനിക്കൊന്നും ഇത്രയൊരു തിക്നെസ്സും ഇതൊന്നും ഉണ്ടാവില്ല, കുറച്ചുകൂടെ ലിക്വിഡ് ആയിരിക്കും. ഇത് ഭയങ്കര കട്ടിയായതുകൊണ്ട് ഞാനതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പൊതുവേ നമ്മൾ പേപ്പറിലും അതേപോലെ തന്നെ കാർഡ്ബോർഡിലൊക്കെ പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ വെള്ളം ആഡ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. കാരണം അത് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് സ്പ്രെഡായിട്ട് കിട്ടാനും അതേപോലെ തന്നെ ഡ്രൈ ആവാനൊക്കെ ഈസി. എനിക്കൊന്ന് പെയിൻറ്റിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ തന്നെയാണ് പെട്ടെന്ന് ഡ്രൈ ആയിട്ടൊക്കെ കിട്ടുക. ആ ഒരു കപ്പിന് ഞാൻ ഈ ഒരു യെല്ലോ കളറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് യെല്ലോ ഷെയ്ഡും അതേപോലെ തന്നെ നമ്മൾ നേരത്തെ അടിച്ച ആ ഒരു ബ്രൗൺ കളർ ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കളറായിരുന്നു ഈ ഒരു ഷെയ്ഡ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു ചട്ടിച്ചട്ടിയിലൊക്കെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു കപ്പിന് ഞാൻ അത് കൂടെ ചെയ്ത് കൊടുത്തു. ഈ ഒരു കപ്പ് പെയിൻറ്റ് ചെയ്യുന്ന ടൈമിലും ഞാൻ അതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് പെയിൻറ്റ് രണ്ടും മിക്സ് ആവാൻ വേണ്ടിയിട്ടും പിന്നെ പെട്ടെന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ടും. എന്നിട്ട് അത് കുറച്ച് സമയം ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെച്ചതിന് ശേഷം നമ്മൾ അടുത്ത വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാനിതിലേക്ക് സ്വീറ്റ് ഹോം എന്ന് എഴുതാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എഴുതി വന്നപ്പോൾ ആദ്യം ഹോം എന്നായിപ്പോൾ എഴുതിയത്. അപ്പോൾ എന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോൾ ഹോം സ്വീറ്റ് ഹോം എന്ന് എഴുതാമെന്ന് വിചാരിച്ച് അങ്ങനെ എഴുതി കൊടുത്തു. അപ്പം ഞാനത് ആ ഒരു ബ്ലൂ കളർ, ആ ഒരു നേവി ബ്ലൂ കളർ വെച്ചിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ബ്രഷിന് പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എഴുതി വന്നപ്പോൾ അത്ര ഒരു നീറ്റ്നെസ് തോന്നിയില്ല, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഡെക്കറേഷൻസ് വേണമെന്ന് തോന്നിയപ്പോൾ ചെറിയൊരു പെറ്റൽ പോലെ ഇതുപോലെ ആ ഒരു ഗ്രീൻ കളർ ഉപയോഗിച്ചിട്ട് പെറ്റൽ പോലെ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു.
നമ്മൾ ആദ്യം ചെയ്ത പെയിൻറ്റ് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ സമയമൊന്നും ഡ്രൈ ആവാൻ വേണ്ടിയിട്ടൊന്നും വെച്ചില്ല. ജസ്റ്റ് ഒന്ന് ഫാനിൻ്റെ അടുത്ത് വെച്ചിട്ട് എടുത്തതായിരുന്നു. അപ്പം അവിടെ ഇവിടെയൊക്കെ ചെറിയ രീതിയിൽ ഡ്രൈ ആവാനുണ്ടായിരുന്നു. എന്നാലും റൂം ടെമ്പറേച്ചറിൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ ഒരു പെറ്റൽസ് പോലെ വരച്ചു കൊടുത്തു. ഇതുപോലെ ഗ്രീൻ കളർ വെച്ചിട്ട് ലീഫ് പോലെ വരച്ചു കൊടുത്തിട്ട് നടുക്ക് ആ ഒരു മഞ്ഞ ഇത് വെച്ചിട്ട് ഇതുപോലെ കുത്തിട്ട് കൊടുത്തു. ആ ഒരു പെയിൻറ്റിൻ്റെ ബാക്ക് ഉപയോഗിച്ചിട്ടാണ് ഇതുപോലെ കുത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിങ്ങനെ എഴുതി കൊടുക്കുന്ന ടൈമിലൊന്നും ഞാൻ പെയിൻറ്റ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം വെള്ളം ആഡ് ചെയ്താൽ അതാകെ കൊളായി പോകും. പിന്നെ നമ്മൾ നേരത്തെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അവിടെ ഒട്ടിച്ചിരുന്ന ആ ഒരു കപ്പ് അത് പിന്നെയും പറഞ്ഞു പോയിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. കാരണം ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുന്ന ടൈമിൽ അത് നല്ല സ്റ്റിക്കബിളായിട്ട് അവിടെ നിന്നോളും. ഫെവിക്കോളൊക്കെ ഉപയോഗിച്ചിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പാടാണ്. അപ്പോൾ അതങ്ങനെ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഡബിൾ സൈഡ് സ്റ്റിക്കർ ഞാനിതുപോലെ അതിൻ്റെ ബാക്കിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഡബിൾ സൈഡ് സ്റ്റിക്കർ വെക്കുന്ന ടൈമിൽ നമുക്കിത് വാളിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3-4 ഇതുപോലത്തെ സ്റ്റിക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് വാളിലേക്ക് ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇത് പണ്ടെങ്ങോ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫ്ലവറാണ്. ഞാൻ ആ ഒരു ഫ്ലവർ കൂടെ ഈ ഒരു കപ്പിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തു. അപ്പം ലാസ്റ്റ് ഫൈനലൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫ്ലവറും കൂടെ വെച്ചപ്പോൾ ശരിക്കും എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ വെറുതെ കളയുന്ന ഈ ഒരു കാർഡ്ബോർഡും ആ ഒരു കപ്പിൻ്റെ ചെറിയൊരു പീസും വെച്ചിട്ട് നമ്മൾ മേക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. ഇതൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ടൈമിൽ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ വെറുതെ കളയുന്ന ഒത്തിരി സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ്